നഗരസഭാ ചെയർപേഴ്സന്റെ ഔദ്യോഗിക വാഹനം ഇന്ധനത്തുക കുടിശ്ശികയെ തുടർന്ന് കട്ടപ്പുറത്ത്. കുടിശ്ശിക പൂർണ്ണമായി അടച്ച ശേഷമേ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കൂവെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ്. നഗരസഭാ ബോർഡ് യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ കൂമഞ്ചേരി ഷൌക്കത്ത് അലിയാണ് വിഷയം യോഗത്തിൽ ഉന്നയിച്ചത്. ഇന്ധന കുടിശ്ശിക സംബന്ധിച്ച് ഉദ്യോഗസ്ഥരോട് ചെയർപേഴ്സൺ വിശദീകരണം തേടി. 1,89,000 രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ അടയ്ക്കാനുള്ളത്. ഇത് സംബന്ധിച്ച് ഫയൽ ക്ലിയറാക്കി പണം അടയ്ക്കുവാനാണ് നിർദ്ദേശം. പണം അടച്ച ശേഷം മാത്രമായിരിക്കും നഗരസഭാ ചെയർപേഴ്സൺ ഔദ്യോഗിക വാഹനമായ ഇന്നോവ കാർ ഉപയോഗിക്കുക. നഗരസഭയുടെ ചെയർപേഴ്സൺ ഉപയോഗിച്ചിരുന്ന ഇന്നോവ വാഹനം നവംബർ മാസം മുതൽ ഡീസൽ അടിക്കുകയും അതേസമയം അതിൻ്റെ തുക കൊടുക്കാതിരിക്കുകയും ചെയ്തു എന്നാണ് പമ്പിൽ നിന്നറിഞ്ഞത്. 1,89,250 രൂപ പമ്പിൽ കൊടുക്കാനുണ്ടെന്ന് TMR പെട്രോളിയംസ് നഗരസഭ അധികാരികളെ അറിയിച്ചിട്ടുണ്ട്. എന്നെയും വിളിച്ചറിയിച്ചിട്ടുണ്ട്. എന്നെ വിളിച്ചറിയിച്ചപ്പോൾ ന്യായമായും ആ ബില്ല് കൊടുക്കുന്നതിനുള്ള നിർദ്ദേശം നൽകി. എന്നാൽ അതിൽ നിർദ്ദേശത്തിനനുസരിച്ച് ഫയൽ പുട്ടപ്പ് ചെയ്യേണ്ട സെക്ഷൻകാർക്കും എൻജിനീയറും അവർ വന്നിട്ട് ജോയിൻ ചെയ്തിട്ട് അധികമായിട്ടില്ല എന്ന് അവർ വരുന്നതിന് മുമ്പ് തന്നെ പല ബില്ലുകളും അങ്ങനെ പോയതായിട്ടും അതുകൊണ്ട് ഫയൽ പുട്ടപ്പ് ചെയ്യാനുള്ള ധൈര്യക്കുറവ് അവിടെ ഉണ്ടെന്നാണ് മനസ്സിലായത്. അപ്പോൾ ബോർഡ് കൂടി തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ബോർഡ് കൂടണമെങ്കിൽ നോട്ടീസ് ടൈം വേണം. ഇത്രയും ഒരു ഡിലേ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സമാധാനം പറയേണ്ട സെക്രട്ടറി ലീവിലാണ്. എന്നാൽ ഡീസൽ തന്ന ആൾക്ക് നിർബന്ധമായും അവരുടെ തുക നൽകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് അതുവരെ എത്ര സമയം അതിന് വരുന്നോ ന്യായമായുള്ള സമയം അനുവദിച്ച് നോട്ടീസ് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ വണ്ടി ഉപയോഗിക്കേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിക്കുകയായിരുന്നു. അതിൻ്റെ കാരണം ജനങ്ങളുടെ അവരുടെ ആവശ്യം പരിഗണിക്കാനും അവരുടെ ആവലാതികൾ കേൾക്കാനും ഒക്കെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അവരുടെ കാര്യം നോക്കി പറന്നു നടന്നിട്ട് കാര്യമില്ലല്ലോ. പരിഹാരം കണ്ടെത്താൻ എനിക്ക് ബാധ്യതയുള്ളത് കൊണ്ട് ചെയർപേഴ്സൺ എന്ന രീതിയിൽ ആ വണ്ടി അവരുടെ ബില്ല് കൊടുക്കുന്നവരെ ഞാൻ ഉപയോഗിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാണ് ഞാൻ ഓട്ടോറിക്ഷ തിരഞ്ഞെടുത്തത്. എനിക്ക് സ്വന്തമായി ഞാനിപ്പോൾ കാർ ഉപയോഗിക്കുന്നില്ല. ഇന്ധന കുടിശ്ശികയുമായി ബന്ധപ്പെട്ട ഫയലിൽ ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടായതായും യോഗത്തിൽ വിമർശനമുണ്ടായി. കഴിഞ്ഞ നവംബർ, ഡിസംബർ മാസങ്ങളിൽ നഗരസഭ ചെയർപേഴ്സന്റെ വാഹനത്തിന് ഇന്ധനം മേടിച്ച വകയിൽ പെട്രോൾ പമ്പിൽ കുടിശ്ശിക വരുത്തിയതോടെയാണ് ഇന്ധനമില്ലാതെ വാഹനം പുറത്തിറക്കുവാൻ കഴിയാത്ത അവസ്ഥയിലെത്തിയത്. കഴിഞ്ഞ ഭരണസമിതിയുടെ സമയത്ത് കുടിശ്ശികയെ തുടർന്നാണ് പുതിയ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥിന് പൊതുപരിപാടികൾക്കുൾപ്പെടെ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാനാവാതെ ഓട്ടോറിക്ഷയിൽ സ്വന്തം ചെലവിൽ യാത്ര ചെയ്യേണ്ട സാഹചര്യമുണ്ടായത്. കുടിശ്ശികയിൽ 38,000 രൂപയുടെ ചെക്ക് പമ്പുടമയ്ക്ക് കൈമാറിയതായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ബോർഡ് യോഗത്തിൽ അറിയിച്ചു. ഔദ്യോഗിക വാഹനമായ ഇന്നോവ കാറിന് പകരം നഗരസഭാ ചെയർപേഴ്സൺ ഔദ്യോഗിക പരിപാടികൾക്ക് ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കേണ്ടി വന്ന അവസ്ഥ ഗൌരവമേറിയതാണെന്ന് UDF കൌൺസിലർമാർ ആരോപിച്ചു. കുടിശ്ശിക ഉടൻ അടച്ച ചെയർപേഴ്സന്റെ ഔദ്യോഗിക വാഹനം പുറത്തിറക്കുവാനും നടപടിയുണ്ടാകും. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.